സാർവദേശീയ ഭീകരപ്രവർത്തനവും CIA എന്നും പറഞ്ഞൊരു പുസ്തകം ആ കാലത്ത് എൻ്റെ കൈ കിട്ടി. അപ്പോൾ വളരെ മുമ്പാണ്. അപ്പോൾ അതിങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എങ്ങനെയാണ് CIA വിവിധ രാജ്യങ്ങളിൽ ഇടപെടുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ. അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന പുസ്തകമാണ്. ഇവിടെ മലയാളത്തിൽ അച്ചടിച്ച് ഇവിടെ വിതരണം ചെയ്തിരുന്നത് അറിയാമല്ലോ. അങ്ങനെ കിട്ടിയ പുസ്തകമാണ്. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള ഇവരുടെ ഇടപെടലിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെയല്ല. ഇവിടെ സഭയും NSSഉം മനോരമയും ഒക്കെ കൂടി വിമോചന സമരം നടത്തിയെങ്കിൽ അവർ കണ്ടതുപോലെയും അല്ല, സനീഷ് നേരത്തെ പറഞ്ഞത്, അവർ കണ്ടതുപോലെയും അല്ല അമേരിക്ക ഇതിനെ കണ്ടിരുന്നത്. അതിനൊരു കാരണം 1953 ഇവർ ഇടപെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഇറാനിൽ അവിടെ ഇടപെടാനുള്ള കാരണം എന്താണ്? അത് കാരണങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നത്. എണ്ണദേശസാൽക്കരിച്ചു. അവിടെ ഈ പറഞ്ഞ മുഹമ്മദ് മൊസദ് എണ്ണദേശസാൽക്കരിച്ചു. അപ്പോൾ അതൊരു കുഴപ്പമാണ്. അത് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആ നിലയ്ക്ക് അവിടെ ഇടപെട്ടു, അട്ടിമറിച്ചു അവിടെ. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഷാ മുഹമ്മദ് റസ പഹലവിയെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഗ്വാട്ടിമാലയിൽ 54 ഇടപെട്ടു. എന്തിനാണെന്നറിയാവോ? ജാക്കോബോ അവിടെ ഭൂപരിഷ്കരണ നയം നടപ്പാക്കി. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ ഇടപെട്ടു. ക്യൂബയിൽ ഭൂപരിഷ്കരണ നയം നടപ്പാക്കുന്നു. മറ്റൊരു തരത്തിൽ റഷ്യയുമായി, അതിൽ സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പലതരത്തിൽ ഇടപെട്ടു. നമുക്കറിയാം ഈ പറയുന്ന പോലെ ബേ ഓഫ് പിക്സ് അമേരിക്കയുടെ നീക്കമായിരുന്നു. അത് വലിയ പരാജയമായി സംഭവിച്ചു. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ എല്ലായിടത്തും വിജയിച്ചിട്ടില്ല. വിജയിക്കാത്ത ഒരു സ്ഥലമാണ് ക്യൂബ. സാമ്പത്തികമായി അവരെ തകർത്തെങ്കിലും. മറ്റൊന്ന് ചിലിയിലാണ് 1973. എന്താണ് കാരണം? സാൽവദോർ അലൻഡയെ ഇവർ എതിർക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് ആണെന്നത് പോട്ടെ, പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അവിടെ ഭൂപരിഷ്കരണം സാമ്പത്തിക നയങ്ങളുമാണ് അതിനെ പ്രധാനമായും അതിന് കാരണമാവുന്നത്. എന്നിട്ടാണ് അവിടെ അലൻഡയെ പോളിസികൾ നടപ്പാക്കുന്ന സ്ഥലങ്ങളാണെന്ന് അതാണ്. അപ്പോൾ പിനോഷയെ അവിടെ കൊണ്ടുവരുന്നു. പിന്നെ ലോകം കണ്ടെന്താണ്? ഏറ്റവും ഭീകരനായ ഒരു ഭരണാധികാരിയായി അവിടെ 100 പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ ഇടപെട്ട സ്ഥലത്തെല്ലാം പിന്നീട് ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ വേറെയായി, അവിടെ അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടായി എന്നും പ്രശ്നം നിലനിൽക്കുകയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അഫ്ഗാനിസ്ഥാനിൽ 1979 ഇടപെടുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയാനാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമൊക്കെ തടയാൻ അവർക്ക് പറ്റി. പക്ഷേ എന്താ സംഭവിച്ചത്? അവിടെ താലിബാനെയും അൽ ഖ്വയ്ദയുടെയും മുട്ട വിരിയിച്ചെടുത്തു. ഇതാണ് അവിടെ ചെയ്തത്. അതിന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ കേരളത്തിൽ ഇടപെടുമ്പോൾ കേരളത്തിൽ എന്തെല്ലാം നടപ്പാക്കി? ഭൂപരിഷ്കരണ നയം നടപ്പാക്കി, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്.